തടി വ്യവസായത്തെ തകർച്ചയിൽ നിന്നും രക്ഷിക്കാൻ കേരള സർക്കാരിന്റെ കൈത്താങ് ബഡ്ജറ്റിൽ 10 കോടി രൂപ. പെരുമ്പാവൂരിന്റെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന മരവ്യവസായം തകർച്ചയിലേക്ക് കൂപ്പുകുത്താതിരിക്കാൻ പെരുമ്പാവൂർ എം.എൽ.എ. മനോജ് മൂത്തേടന്റെയും മുൻ എം.എൽ.എ. എൽദോസ് കുന്നപ്പിള്ളിയുടെയും ആത്മാർത്ഥ പരിശ്രമഫലമായി കേരള ബഡ്ജറ്റിൽ മരവ്യവസായത്തിന് അർഹമായ സ്ഥാനം ലഭിച്ചിരിക്കുകയാണ്. ഗ്ലോബൽ ഫർണിച്ചർ ഹബ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്ലൈവുഡ് നിർമ്മാണ കേന്ദ്രങ്ങളിൽ ഒന്നാണ് പെരുമ്പാവൂർ. ഫർണിച്ചർ ഹോംവെയർ നിർമ്മാണ ഇടനാഴിയായി ഇത് മാറിയിരിക്കുന്നു. കൊച്ചി, ആലുവ, പെരുമ്പാവൂർ ബെൽറ്റിനെ ഒരു ഫർണിച്ചർ നിർമ്മാണ കേന്ദ്രമാക്കി മാറ്റുക എന്നതാണ് സർക്കാരിന്റെ സ്വപ്നം. ഗ്ലോബൽ ഫർണിച്ചർ ഹബ് ഈ പദ്ധതിക്കായി 10 കോടി രൂപ വിലയിരുത്തുന്നു. കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ധനമന്ത്രിയുമായ വി.ഡി. സതീശൻ ഇന്ന് നിയമസഭയിൽ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ 10 കോടി രൂപ ഗ്ലോബൽ ഫർണിച്ചർ ഹബ്ബിന് അനുവദിച്ചിരിക്കുകയാണ്. മരവ്യവസായ മേഖലയിൽ പണിയെടുക്കുന്ന ലക്ഷക്കണക്കിന് തൊഴിലാളികൾക്ക് ഇത് വളരെ സന്തോഷകരമായ കാര്യമാണ്. പ്രത്യേകിച്ച് പെരുമ്പാവൂരിനെ സംബന്ധിച്ച് ഇത് വലിയ സന്തോഷ വാർത്തയാണ്. ഈ സന്തോഷം സോമിൽ ഓണേഴ്സ് ആൻഡ് പ്ലൈവുഡ് മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ സോപ്മായുടെ ചെയർമാൻ മുജീബ് റഹ്മാൻ പൗരൻ ന്യൂസുമായി പങ്കുവയ്ക്കുന്നു. UDF ഗവൺമെന്റിന്റെ ഇന്നത്തെ ബഡ്ജറ്റിൽ പെരുമ്പാവൂരിൽ ഒരു ഫർണിച്ചർ ഹബ്ബ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് വലിയൊരു അംഗീകാരമാണ്. UDF ഗവൺമെന്റിന്റെ ആദ്യത്തെ ബഡ്ജറ്റിൽ തന്നെ പെരുമ്പാവൂരിന് വലിയൊരു അംഗീകാരം കിട്ടിയിരിക്കുകയാണ്. ഫർണിച്ചർ ഹബ്ബ് എന്ന് പറയുമ്പോൾ അത് ഇന്റർനാഷണൽ ലെവലിൽ ശ്രദ്ധയാകർഷിക്കാൻ സാധ്യതയുള്ള ഒന്നാണ്. എന്തൊക്കെയാണ് ഗവൺമെന്റ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ള വിശദീകരണം വന്നിട്ടില്ല. എന്നിരുന്നാലും സാധാരണഗതിയിൽ ഇത്തരം ഹബ്ബുകൾ എല്ലാ അർത്ഥത്തിലുമുള്ള ഒരു ബിസിനസ് സാധ്യത തുറന്നിടുന്ന ഒന്നായിരിക്കും. പ്രത്യേകിച്ച് എക്സ്പോർട്ട് ബിസിനസ്. ധാരാളം എക്സ്പോർട്ടിങ് ഇന്ന് പെരുമ്പാവൂരിൽ നിന്ന് നടക്കുന്നുണ്ട്. അതൊരു ഹബ്ബ് എന്നുള്ള രീതിയിൽ പ്രത്യേകം ഒരു പ്രത്യേക ഏരിയയാക്കി മാറ്റുമ്പോൾ, പെരുമ്പാവൂരിനൊരു ഒരു ഹബ്ബാക്കി മാറ്റുമ്പോൾ, ഫർണിച്ചറിന്റെ ഒരു ഹബ്ബാക്കി മാറ്റുമ്പോൾ തീർച്ചയായിട്ടും അതിന് പ്രത്യേക ഗുണം കിട്ടും. ഇന്റർനാഷണൽ ലെവലിൽ തന്നെ ശ്രദ്ധിക്കപ്പെടും. തീർച്ചയായിട്ടും അത് വളരെ സന്തോഷം ഉളവാക്കുന്ന കാര്യമാണ്. പെരുമ്പാവൂര് ഇന്ന് ഏഷ്യയിലെ ഏറ്റവും അധികം മരവ്യവസായമുള്ള ഒരു മേഖലയാണ്. പ്രത്യേകിച്ച് പ്ലൈവുഡ് വ്യവസായം. ഏകദേശം 800ഓളം പ്ലൈവുഡ് നിർമ്മാണ ഫാക്ടറികൾ 40 കിലോമീറ്റർ ചുറ്റളവിലുണ്ട്. അത് കോടിക്കണക്കിന് രൂപയുടെ റവന്യൂ ഗവൺമെന്റിന് കൊടുക്കുന്ന ഒരു വ്യവസായമാണ്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് UDF ഗവൺമെന്റ് ഇത്തരം ഒരു പ്രഖ്യാപനം നടത്തിയതിൽ പെരുമ്പാവൂരിനെ ഒരു ഫർണിച്ചർ ഹബ്ബാക്കി ഒരു പ്രഖ്യാപനം നടത്തിയതിൽ വളരെയധികം സന്തോഷിക്കുന്നു. പൗരൻ ന്യൂസിനോടൊപ്പം ഞങ്ങൾ സന്തോഷം പങ്കിടുകയാണ്. സോമിൽ ഓണേഴ്സ് ആൻഡ് പ്ലൈവുഡ് മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ എന്നുള്ള രീതിയിൽ വളരെയധികം സന്തോഷം ഈ നിമിഷത്തിൽ പ്രഖ്യാപിക്കുകയാണ്. പൗരൻ ന്യൂസ്, പെരുമ്പാവൂർ. എല്ലാം ഒരു കുടക്കീഴിൽ മാർ ഇലിയാസ് കോളേജ്, കോട്ടപ്പടി. ശരിയായ തിരഞ്ഞെടുപ്പ് നല്ലൊരു ഭാവിക്കായി.